സോ റീസെൻ്റ്ലി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സൈക്കോളജിയും മറ്റു കുറച്ച് കോഴ്സസും ഇനി ODL ഫോമിൽ, അതായത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻറ്റ് ഫോം ഓഫ് ലേണിംഗിൽ അവൈലബിൾ ആയിരിക്കില്ല. ഇനി അത് ഓപ്പൺ കോഴ്സ് ആയിട്ട് വാലിഡ് ആയിരിക്കില്ല എന്ന് UGCയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടോ? അവർ ആ അപ്ലൈ ചെയ്ത ഫീസും, അതായത് അവരിപ്പോൾ ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്ത ടൈമും ഒക്കെ വേസ്റ്റ് ആവുമോ എന്നുള്ളൊരു കാര്യത്തിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സോ ആക്ച്വലി നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടില്ല, ഇപ്പോൾ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികൾ പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ ആക്ട്, അതായത് NCHP ആക്ടിൻ്റെ പേരിലാണ് ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ UGC ഇറക്കിയിരിക്കുന്നത്. ആക്ട്സ് ഒന്നും റെട്രോസ്പെക്റ്റീവ് അല്ല വർക്ക് ചെയ്യുന്നത്. സോ ആക്ട് ഇറങ്ങുമ്പോൾ തൊട്ടുള്ള കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഓൾസോ 2025 ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് ചിലപ്പോൾ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് ജോയിൻ ചെയ്തിട്ടില്ല, അതിന് മുമ്പ് ജോയിൻ ചെയ്ത് കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികൾക്ക് ഇതൊരു പ്രശ്നമാവാൻ ചാൻസ് ഇല്ല എന്നാണ് നമുക്ക് ഇതുവരെയുള്ള അറിവ്. സോ ബേസിക്കലി ഈ ഒരു ആക്ട്, അതായത് UGC ഈ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം NCHP ആക്ട് കാരണമാണ്, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആക്ട്. ഈ ആക്ട് പ്രകാരം സൈക്കോളജി, മൈക്രോബയോളജി, ന്യൂട്രീഷനിസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് പ്രാക്ടീസസ് അല്ലെങ്കിൽ പ്രൊഫഷൻസ് ഇനി തൊട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷൻ്റെ അണ്ടറിലാണ് വരിക. അതുകൊണ്ടാണ് ഇതെല്ലാം ഇനി ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് മോഡിൽ പഠിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് UGC എത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും റീസെൻ്റ്ലി ഒരു അപ്ഡേറ്റ് വന്നിരുന്നു, അതായത് ഇന്ത്യയിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും NCHP പോർട്ടലിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. സോ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഐഡിയയും കാര്യങ്ങളും ഒക്കെ കിട്ടുകയും ചെയ്തിരുന്നു. സോ ഇതെന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിൻ്റെ പ്രാക്ടീസസ് കുറച്ച് ഓർഗനൈസ്ഡ് ആക്കാനും അവരെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബോഡി ഉണ്ടാവാനും വേണ്ടിയാണ് NCHP ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത്. സോ അങ്ങനെ സൈക്കോളജി, മൈക്രോബയോളജി, ന്യൂട്രീഷനിസ്റ്റ് പോലെയുള്ള കോഴ്സസ് ഇനി തൊട്ട് ODL കൊടുക്കണ്ട, കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചിട്ട് വേണം ഇത് പ്രാക്ടീസ് ചെയ്യാൻ എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പേരിലാണ് UGC ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. ഈ ഓഗസ്റ്റ് 12 നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് UGCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സോ ഇതിന് ശേഷം കുട്ടികൾക്ക് കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്, ഓൾറെഡി ODL ഫോമിൽ ഞാനൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട്, എനിക്കതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. സോ ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ വെച്ച് എനിക്കിനി ഹയർ സ്റ്റഡീസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരുപാട് പേർക്കുണ്ട്. സോ ഇതിനുള്ളൊരു പോസിബിൾ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ആക്ട് വരുന്നതിന് മുമ്പും അല്ലെങ്കിൽ UGC ഈ ഒരു അപ്ഡേറ്റ് പറയുന്നതിന് മുമ്പും ചില യൂണിവേഴ്സിറ്റീസ് ODL ഫോമിലുള്ള മറ്റ് കോഴ്സസിനെ വാലിഡ് ആയിട്ട് കാണുന്നുണ്ടായില്ല. അതുപോലെ തന്നെ ഇനിയും അവരത് എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്ന ഒരു ഡൗട്ടാണ്, 2025 ജാനുവരി തൊട്ട് ജൂൺ വരെയുള്ള കാലയളവിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ഇൻവാലിഡ് ആവോ എന്നുള്ളൊരു ഡൗട്ട്. സോ ഇതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റിന് നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റീനെ സമീപിക്കുക എന്നുള്ളതാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓൾസോ 2025 ജൂലൈ ഓഗസ്റ്റ് ഈ കാലയളവിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ കോഴ്സ് ഇൻവാലിഡ് ആവാനുള്ള ചാൻസസ് ആർ ഹൈ. പിന്നുള്ളൊരു കാര്യം, IGNOU, അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഈ ഒരു അപ്ഡേറ്റ് ബാധകമല്ല. ബിക്കോസ് IGNOU സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് UGCയുടെ അപ്ഡേറ്റ്സ് IGNOUക്ക് ബാധകമല്ല. അതുകൊണ്ട് IGNOUൽ എന്തായാലും സൈക്കോളജി കോഴ്സസ് കണ്ടിന്യൂ ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ഡൗട്ടാണ്, ഞാൻ ഓൾറെഡി ODL ഫോമിൽ നിന്ന് മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുക, എനിക്കതിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടി, അപ്പോൾ ഇനി എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നതിൻ്റെ പേരിൽ ഇന്ത്യയിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാണ്ടിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് കുറേ പേർക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതിനുള്ളൊരു ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അപ്ഡേറ്റ് വരുന്നതിന് മുമ്പും MA സൈക്കോളജി ഓൺലൈനായിട്ടോ ഡിസ്റ്റൻ്റ് ആയിട്ടോ ചെയ്ത ആൾക്കാർ ഇന്ത്യയിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് തന്നെ കണ്ടിട്ടുള്ളത്. പക്ഷെ അന്നും അവർക്ക് ജോബ് കിട്ടാനും അല്ലെങ്കിൽ അവരൊരു ക്ലിനിക്കൽ സെറ്റിങ്ങിൽ പ്ലേസ്ഡ് ആവാനുള്ള ചാൻസസ് വളരെ കുറവായിരുന്നു. സോ ഇനിയുള്ള കാലത്തിൽ ഈ ഒരു അപ്ഡേറ്റിൻ്റെ പേരിൽ ആ ചാൻസ് വീണ്ടും കുറയാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്, നമ്മുടെ ക്രെഡിബിലിറ്റി കൂട്ടാനും നമ്മുടെ കോമ്പിറ്റൻസും സ്കിൽസും എൻഹാൻസ് ചെയ്യാനും വേണ്ടി സർട്ടിഫിക്കറ്റ് കോഴ്സസ് ചെയ്യാൻ പറ്റും, ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഓൾസോ ഇൻറ്റേൺഷിപ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ ക്രെഡിബിലിറ്റിയും സ്കില്ലും എൻഹാൻസ് ചെയ്യുക. പിന്നുള്ളൊരു കാര്യം, ഈ ഒരു ആക്ടിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു UGCയുടെ അപ്ഡേറ്റിനെതിരെ ODL ഫോമിൽ ഫംഗ്ഷൻ ചെയ്യുന്ന കുറച്ചധികം യൂണിവേഴ്സിറ്റീസ് ഒന്നിച്ച് നിന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ ലെറ്റർ കൊടുക്കുക അല്ലെങ്കിൽ അപ്പീൽ പോവുക, ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ഇതിൽ അപ്ഡേറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഈ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ ചാനൽ ത്രൂ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.
സോ ഇനിയുള്ള പുതിയ അപ്ഡേറ്റ്സും ഇനി വരാൻ പോകുന്ന ഇൻഫർമേഷനും മിസ് ഔട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓൾസോ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്താൽ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.